ഈ അരുൺകുമാർ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM നേതാക്കന്മാർക്ക് രേഖ എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ കൈരേഖ കാണിച്ചു തരും. കേരളത്തിൽ ഇരുന്നിട്ട് ഒരു വലിയ പ്രസംഗമൊക്കെ നടത്തും. കേന്ദ്ര സർക്കാർ ഞങ്ങളെ വരിഞ്ഞു മുറുകുന്നില്ല, ഭരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവിടെ ചെന്നിട്ട് സർക്കാരിന്റെ കയ്യിൽ ചെന്നിട്ട് കണക്ക് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു കണക്കുമില്ല, അതാ കൈരേഖ കാണിക്കും. അവരെന്താ അംഗീകരിച്ചിട്ടുള്ളത്? അപ്പൊ നാളെ കേരളത്തിലെ ഓന്തുകളെല്ലാം കൂടി കൂട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാന്ന് പറഞ്ഞു. കാരണം ഓന്തിനേക്കാൾ വേഗത്തിൽ നിറം മാറുന്ന പാർട്ടിയായിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുകയാണ്. ദേശീയ വിദ്യാഭ്യാസ പദ്ധതി എന്തു തന്നെയായാലും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ശ്രീ അരുൺകുമാർ ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പം എന്നാണ്. പക്ഷെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന് ശ്രീ അരുൺകുമാർ പറയുന്നു. എന്റെ കൊച്ചേട്ട നിങ്ങൾക്കും കൂടിയോ? നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. നിഷ, ഈ അരുൺകുമാർ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM നേതാക്കന്മാർക്ക് രേഖ എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ കൈരേഖ കാണിച്ചു തരും. കേരളത്തിൽ ഇരുന്നിട്ട് ഒരു വലിയ പ്രസംഗമൊക്കെ നടത്തും. കേന്ദ്ര സർക്കാർ ഞങ്ങളെ വരിഞ്ഞു മുറുകുന്നില്ല, ഭരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവിടെ ചെന്നിട്ട് സർക്കാരിന്റെ കയ്യിൽ ചെന്നിട്ട് കണക്ക് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു കണക്കുമില്ല, അതാ കൈരേഖ കാണിക്കും. ഇവര് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് ഒരു വ്യക്തി ശ്രീ KV തോമസിനെ ഡൽഹിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമനെ കാണാൻ പോയപ്പോ നിങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് ശ്രീ KV തോമസ് എന്താ നിങ്ങളോടൊക്കെ പറഞ്ഞത്? ചായക്ക് മധുരം പോരായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇറ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ടിട്ട് ഇവിടെ നിന്ന് എന്തോ കിട്ടാനുണ്ട്, കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് നമ്മളോട് പറഞ്ഞത് ചായക്ക് മധുരമില്ലെന്നാ. കള്ളപ്പന്നി. അതാണ് ഇവരുടെ കണക്ക്, അതാണ് ഇവരുടെ രേഖ. ഒരു കാര്യം മാത്രം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഇവിടെ കേരളത്തിലെ വരിഞ്ഞു മുറുങ്ങിയെന്ന് കുറെ കാലം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, GST കോമ്പൻസേഷൻ. GST തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞു 5 വർഷത്തേക്ക് കോമ്പൻസേഷൻ കിട്ടൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടും ആ കണക്കും കൂടെ കൂട്ടിയിട്ട് ഇവര് പറയാം അത് അടുത്ത വർഷം കിട്ടുന്നില്ല എന്ന്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ട്, അതായത് നിഷയോട് ഞാൻ പറഞ്ഞു, നിഷ ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു 5 വർഷത്തേക്ക് കുറച്ച് പണം തരാം സഹായമായിട്ട് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ടും പറയണതാ എനിക്ക് ഇനിയും വേണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ കണക്ക് കൂടി കാണിക്കുന്ന ആ കള്ളത്തരം. അതല്ലാതെ നാളിതുവരെയായിട്ടും എത്ര രൂപ കിട്ടാനുണ്ട് എന്നുള്ള കൃത്യമായിട്ട് ഈ ചാനൽ ചർച്ചകൾ വന്നിരുന്ന് പറയുന്നതിനപ്പുറത്തേക്ക് രേഖാമൂലം ലോക്സഭയിൽ ജയന്ത് ചൌധരി എന്ന മന്ത്രി പറഞ്ഞതാണ് സർവശിക്ഷാ അഭിയാന് കീഴിൽ 1538 കോടി രൂപ കേരളത്തിന് കേന്ദ്രം കൊടുക്കാനുണ്ട്. അത് കിട്ടണമെങ്കിൽ നല്ലത് PMCയുടെ ധാരണാപത്രം ഒപ്പിടുന്നതാണ് എന്ന് പറഞ്ഞാൽ അതൊരു സമ്മർദ്ദം തന്നെയാണ് ശ്രീ ശ്യാംരാജ്. പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞമ്മക്കും ചിലത് പറയാനുണ്ട്, എനിക്ക് കേൾക്കണ്ട. അത് സമ്മർദ്ദമല്ലെന്നേ. അതെങ്ങനെ സമ്മർദ്ദമാവുന്നത്? അതിനെന്തിനാ സമ്മർദ്ദമാവുന്നത്? എന്താണ് കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം അപ്ലൈ ചെയ്താൽ എന്താണ് പ്രശ്നം? ഇവർ ആരെയാണ് പേടിക്കുന്നത്? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഒരു കാര്യം ഞാൻ പറയാം, അതിന്റെ MOUയിൽ ഒരു സെന്റൻസ് ഞാൻ വായിക്കാം. സിലബസ് പ്രിപ്പയർഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് as per NCERT as far as possible എന്നാണ്. അത് പറഞ്ഞാൽ NCERT ഉപയോഗിച്ച് തന്നെ NCERT സിലബസിന് പ്രകാരം തന്നെയായിരിക്കും കേരളത്തിലെ ഈ 336 സ്കൂളുകളിലെയും സിലബസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു സംശയം വേണ്ട കാര്യത്തില്. സൂപ്പർ. അരുൺകുമാറിന് ചർച്ചയിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കാൻ വേണ്ടി പറയാമെന്നുള്ളതല്ലാതെ ഒരു സംശയം വേണ്ട. PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ഏതൊരു സംസ്ഥാനത്തിലെ മുഴുവൻ സിലബസും പ്രിപ്പയർ ചെയ്യുന്നത് NCERT സിലബസ് പ്രകാരം തന്നെയായിരിക്കും. രണ്ടാമത്തെ കാര്യം, കേന്ദ്രത്തിന്റെ ഈ കാര്യങ്ങളിലൊക്കെ ഉള്ള സമീപനം നിങ്ങളുടെ നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഫണ്ട് പിടിച്ചുവെച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ അടക്കം പ്രതിസന്ധിയിലാക്കുന്ന നയം. ഇപ്പൊ നാളെ കേരളത്തിലെ ഓന്തുകളെല്ലാം കൂടി കൂട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാന്ന് പറഞ്ഞു. കാരണം ഓന്തിനേക്കാൾ വേഗത്തിൽ നിറം മാറുന്ന പാർട്ടിയായിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുകയാണ്. ഓന്ത് നിറം മാറുമ്പോ ഏറ്റവും കുറഞ്ഞ അതിന്റെ വാലിലെങ്കിലും നിറത്തിനടിച്ചിട്ട് മാറ്റണം. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരെ ഉൾട്ടയായിട്ടിരിക്കുകയാണ്. ഈ NEP-യുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ, അതോടൊപ്പം തന്നെ PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ഇവരുടെ മുൻ വാദങ്ങളും മുൻ വാഗ്വാദങ്ങളും മുൻ നിലപാടുകളും ഒക്കെ ഒന്ന് പരിശോധിക്കണം. എന്തിനാണ് ഇത്ര കാലം ഇന്നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് കിട്ടേണ്ടിയിരുന്ന ഫണ്ട് തടഞ്ഞു വെക്കുവാൻ വേണ്ടിയിട്ട് വളരെ മോശപ്പെട്ട രാഷ്ട്രീയ കളികൾ കളിക്കുവാൻ വേണ്ടിയിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടുള്ളത്? ലോകം അപ്പാടെ മാറി, ലോകം വികസിച്ചു, രാജ്യം വികസിച്ചു, കേരളം മാറി, ജനങ്ങളുടെ കാഴ്ചപ്പാടുകളും വിദ്യാഭ്യാസ രീതികളും ഒക്കെ മാറിയപ്പോൾ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം കൊണ്ടുവന്നപ്പോ അതിനെ എന്തുകൊണ്ടാണ് എതിർത്തിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഈ PM ശ്രീ സ്കൂൾ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ 300-ലധികം വരുന്ന സ്കൂളുകളെ ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയിട്ടുള്ള അതിനുവേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം കിട്ടുമെങ്കിൽ എന്തിന് ഇത്രകാലം ഇവർ തടഞ്ഞു വെച്ചു? എവിടുന്നാണോ ബുദ്ധി?
തലയ്ക്കകത്ത് വെറും മൂളക്കം മാത്രമേ ഉള്ളൂ. അതിന് കേവലം രാഷ്ട്രീയപരമായിട്ടുള്ള വിരോധത്തിന്റെ പേരിൽ മാത്രം ആരാണ് തീരുമാനിക്കുന്നത് ശ്രീ ശ്യാംരാജ്? എന്ന് BJP മാത്രം തീരുമാനിച്ചാൽ മതിയോ? വിദ്യാഭ്യാസം ഭരണഘടനയുടെ പൊതുപട്ടികയിലുള്ള വിഷയമാണ്. ആ വിഷയം സംസ്ഥാനങ്ങളുമായി ആലോചിക്കാതെ എന്തിന് ഇന്ത്യൻ പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ നിങ്ങളങ്ങ് തീരുമാനിക്കുകയാണോ രാജ്യത്തിന് നല്ല നയം ഏതാണ് എന്ന്? എന്നിട്ട് അതിന്റെ പേരിൽ ഫണ്ട് പിടിച്ചു വെച്ച് സംസ്ഥാനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ? ഇതാണോ ജനാധിപത്യം? പാർലമെന്റിൽ ചർച്ച ചെയ്യണം. തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനങ്ങളിലെ സർക്കാരുകളുമായി ചർച്ച ചെയ്യണം. ഇത് പൊതുപട്ടികയിലുള്ള വിഷയമാണ്. കേന്ദ്ര പട്ടികയിൽ മാത്രം വരുന്നതല്ല ശ്രീ ശ്യാംരാജ്. നീയാണല്ലോ കോടതി. കാലഘട്ടത്തിനനുസൃതമായിട്ട് പുതിയ ഒരു നിയമ സംവിധാനം, ഒരു വിദ്യാഭ്യാസ സംവിധാനം രാജ്യത്ത് കൊണ്ടുവരേണ്ടി വന്നുവന്നേ. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതല്ലാതെ അടിച്ചേൽപ്പിച്ചു എന്ന് എങ്ങനെയാണ്? എന്നെ എന്തെങ്കിലും സംസാരിക്കാൻ അനുവദിച്ചാലല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഇവിടെ PM ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി, ആ പദ്ധതിക്ക് വേണ്ടി അലോട്ട് ചെയ്തിട്ടുള്ള മാറ്റിവെച്ചിട്ടുള്ള പണം, ആ പദ്ധതിക്ക് വേണ്ടി അലോട്ട് ചെയ്തിട്ട് മാറ്റിവെച്ചിട്ടുള്ള പണം ആ പദ്ധതിക്ക് മാത്രമേ കിട്ടാൻ വേണ്ടി പറ്റൂ എന്ന്, ആ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ മാത്രം, ആ MOU സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള പണം കിട്ടുമെന്ന്. പദ്ധതിയിൽ ചേരണമെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കണം ശ്രീ ശ്യാംരാജ്. കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്. അവര് RSS എന്നോ BJP എന്തൊക്കെയോ പറഞ്ഞിട്ട് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി മുഴുവൻ തെറ്റാണ് എന്നുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി നോക്കി. ഞാൻ എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. PM ശ്രീ പദ്ധതി കൊണ്ടുവന്ന സമയത്ത് അതിന്റെ ഒന്നാം പാദത്തില് ഏറ്റവും കൂടുതൽ സ്കൂളുകൾക്ക് അംഗീകാരം കിട്ടിയത് രാജസ്ഥാനിൽ കോൺഗ്രസ് പാർട്ടി ഭരിച്ചിരുന്ന സമയത്താണ്. എന്നിട്ട് പറയാണ് എന്ത് ഗെഹ്ലോട്ട് ഗവൺമെന്റിന്റെ വിദ്യാർത്ഥികളോടുള്ള പ്രതിബദ്ധത മൂലമാണെന്ന്. ഇവർ കേരളത്തിൽ എന്താ പറയുന്നത്? ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ഭരണഘടനയുടെ പൊതുപട്ടികയിൽ വരുന്ന വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ കാലാനുസൃതമായി വലിയൊരു പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ അത് സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യണമായിരുന്നോ? കുറഞ്ഞത് ഇന്ത്യൻ പാർലമെന്റിലെങ്കിലും ചർച്ച ചെയ്ത് വേണമായിരുന്നോ അത് കൊണ്ടുവരാൻ? എന്താണ് അവന്റെ ഉദ്ദേശം? എന്താണ്? ഞാൻ വരെ വന്നില്ലെങ്കിൽ PM ശ്രീ സ്കൂൾ കൊണ്ടുവരുന്നത് തന്നെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ഷോക്കേസ് ചെയ്യാനാണ്, ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് എന്ന് ഈ MOU തന്നെ പറഞ്ഞിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് PM ശ്രീ പദ്ധതി കൊണ്ടുവരുന്നതെന്ന് പറയുന്നു. അതിലെവിടെയാണ് അടിച്ചേൽപ്പിക്കൽ? എല്ലാവർക്കും രസമാണ് ഇവിടെ. ഇപ്പോൾ ശ്രീ അരുൺകുമാറിന്റെ പാർട്ടി തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുന്നില്ല. അവരെന്താ അംഗീകരിച്ചിട്ടുള്ളത്? അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?